ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത കഥയെപ്പറ്റിയാണ്. ഒരിക്കൽ ഗുരുവായൂരപ്പന്റെ ഭക്തനായ ഒരു വൃദ്ധൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. തിരക്ക് കാരണം അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പോയി തൊഴാൻ സാധിച്ചില്ല. ക്ഷീണം കാരണം അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി. ഇവിടെ ഇരുന്നുറങ്ങാതെ പുറത്തേക്ക് പോകൂ എന്ന് കാവൽക്കാരുടെ ശബ്ദം കേട്ട് അദ്ദേഹം മെല്ലെ നടന്നു. അയാൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയത് കാരണം പ്രസാദമൂട്ടിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിനായില്ല. കയ്യിലുള്ളത് ആകെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പണം മാത്രമായിരുന്നു. ഓരോന്നാലോചിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ കുളത്തിൽ കുളിച്ചു കയറി അദ്ദേഹം വീണ്ടും തൊഴാനുള്ള ശ്രമം നടത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരേ ഒരു വസ്ത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ആകെ മുഷിഞ്ഞിരുന്നു. അടുത്തുകൂടെ പോയവരെല്ലാം വസ്ത്രത്തിലെ ഗന്ധം മൂലം വെറുപ്പോടെ മൂക്കുപൊത്തുന്നുണ്ടായിരുന്നു. തൊഴാനായി ചെന്നപ്പോൾ കാവൽക്കാർ തടഞ്ഞു. തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് ആക്രോശിച്ചു. അദ്ദേഹം ദുഃഖത്തോടെ മാറിയിരുന്നു. ആ ഇരിപ്പ് കുറേ നേരം നീണ്ടു. വിശപ്പ് മൂലം അദ്ദേഹം ഊട്ടുപുരയിലേക്ക് ചെന്നെങ്കിലും ആരും അദ്ദേഹത്തെ കയറ്റിവിട്ടില്ല. ആ സമയം വൃദ്ധൻ്റെ അടുത്തേക്ക് ഒരു ബാലൻ വന്നു. അവൻ്റെ കയ്യിൽ കുറച്ച് കദളിപ്പഴവും പാൽപ്പായസവും ഉണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, "മുത്തശ്ശൻ ഇത് കഴിച്ചോളൂ." അദ്ദേഹം ഇത് വാങ്ങിച്ചുകൊണ്ട് ബാലനോട് ചോദിച്ചു, "മോനെ, നീ ഏതാണ്?" ബാലൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഓടി നടക്കുന്ന ഒരാളാണ് മുത്തശ്ശ." അതും പറഞ്ഞ് ആ കുട്ടി ഓടിപ്പോയി. വീണ്ടും തൊഴാനായി ചെന്നെങ്കിലും തിരക്ക് കാരണം നടന്നില്ല. വൈകുന്നേരവും അത് തന്നെ സ്ഥിതി. ഇനി നാളെ ശ്രമിക്കാമെന്ന് കരുതി അദ്ദേഹം അവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് കണ്ട ആ കുട്ടി വീണ്ടും വന്നു. അവൻ്റെ കയ്യിൽ കദളിപ്പഴവും നിവേദ്യച്ചോറും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, "ഞാൻ മുത്തശ്ശനെ ഇവിടെയൊക്കെ തിരക്കി നടക്കുകയായിരുന്നു, പോയെന്ന് കരുതി." വൃദ്ധൻ മറുപടി പറഞ്ഞു, "ഇല്ല മോനെ, എൻ്റെ ഈ മുഷിഞ്ഞ വേഷം കാരണം ആരും എന്നെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. സാരമില്ല, അതിന് നമുക്ക് നാളെ പോംവഴി ഉണ്ടാക്കാം. തൽക്കാലം മുത്തശ്ശൻ ഇത് കഴിച്ച് സമാധാനമായി ഉറങ്ങൂ." ബാലൻ പറഞ്ഞു. ആ നിവേദ്യച്ചോറ് വൃദ്ധനെ ഏൽപ്പിച്ചുകൊണ്ട് ബാലൻ മടങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ കിടന്നുറങ്ങി. ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന ബാലൻ ശ്രീകൃഷ്ണ വേഷത്തിൽ മുന്നിൽ വന്നു നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നു. പിന്നീട് അദ്ദേഹത്തിന് ഉറങ്ങാനായില്ല. അപ്പോഴേക്കും നേരം പുലർന്നു. കുളിക്കാനായി വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ ആ ബാലൻ അതാ വീണ്ടും മുന്നിൽ വന്നു നിൽക്കുന്നു. അദ്ദേഹം തലേ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ബാലനോട് പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ബാലൻ ചോദിച്ചു, "ഇങ്ങനെയാണോ എന്നെ കണ്ടത്?" നോക്കുമ്പോൾ ആ ബാലൻ സാക്ഷാൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനായി മുന്നിൽ നിൽക്കുന്നു. "അങ്ങേക്ക് കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് പാപം തീരാനുണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ഭജനമിരുന്നതോടുകൂടി അവസാനിച്ചു. ഇനി എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ എൻ്റെ അടുത്ത് നാമജപവും ഭജനവുമായി കൂടിയാൽ മതി." സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന വൃദ്ധൻ ആ കൽപ്പടവിൽ തന്നെ ഇരുന്നു പോയി. അപ്പോഴേക്കും ക്ഷേത്ര മേൽശാന്തി അദ്ദേഹത്തെ അന്വേഷിച്ച് കുളക്കടവിലേക്ക് എത്തി. ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം ഉണ്ടാകുകയും ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. വെളുപ്പിന് കുളക്കടവിൽ എത്തുമ്പോൾ അവിടെ ഒരു വൃദ്ധൻ ഉണ്ടാകും. നിർമാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രവും അണിഞ്ഞ് അദ്ദേഹം എൻ്റെ മുന്നിൽ ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശം മേൽശാന്തി അതേപടി അനുസരിച്ചു. മേൽശാന്തി അദ്ദേഹത്തിന് പുതിയ വസ്ത്രങ്ങൾ നൽകി. അതിനുശേഷം വേഗം അകത്തേക്ക് വരുവാനായി പറഞ്ഞു. പുതിയ വേഷ്ടിയും ഉടുത്ത് തൻ്റെ ഭക്തൻ നടയിലെത്തുന്നത് കാണാനായി ഗുരുവായൂരപ്പൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.